അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണങ്ങളിൽ തങ്ങളുടെ ഊർജ്ജ മേഖലകൾക്ക് നേരെ ഉണ്ടായ തകരാറുകൾ പരിഹരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇറാൻ. അടുത്ത 1-2 മാസത്തിനുള്ളിൽ തങ്ങളുടെ റിഫൈനിംഗ് വിതരണ ശേഷിയുടെ 70 മുതൽ 80% വരെ വീണ്ടെടുക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ എണ്ണ മന്ത്രാലയ ഡെപ്യൂട്ടി മന്ത്രി മുഹമ്മദ് സാദിഖി അസിമിഫർ ആണ് റിപ്പയർ ജോലികൾ ആരംഭിച്ചതായി അറിയിച്ചത്. സ്റ്റുഡന്റ് ന്യൂസ് നെറ്റ്വർക്കിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തകരാറിലായ ലാവൻ റിഫൈനറിയുടെ ഒരു ഭാഗം ഏകദേശം 10 ദിവസത്തിനുള്ളിൽ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു യൂണിറ്റുകൾ ഘട്ടം ഘട്ടമായി പിന്നീട് പ്രവർത്തനക്ഷമമാക്കും. ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആസൂത്രിതമായി നടത്തിയ ആക്രമണങ്ങളെ തുടർന്നാണ് ഇറാന്റെ എണ്ണ സംസ്കരണ ശേഷി താൽക്കാലികമായി തടസ്സപ്പെട്ടത്. US-ഇസ്രയേൽ സംഘർഷത്തിന്റെ ഭാഗമായി ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോണിലുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളും അനുബന്ധ ആഘാതങ്ങളും ഇറാനെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. അതേസമയം ഇസ്ലാമാബാദിൽ നടന്ന ഇറാൻ-അമേരിക്ക സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അമേരിക്കൻ പ്രതിനിധി സംഘം ഒരു കരാറുമില്ലാതെ പാകിസ്ഥാൻ വിടുകയാണെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഏകദേശം 21 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഇരുപക്ഷവും ധാരണയിലെത്താതെ പിരിഞ്ഞതെന്ന് അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ ഒരു കരാറിലും എത്തിയിട്ടില്ല. കരാറിലെത്താതെ അമേരിക്കയിലേക്ക് മടങ്ങുകയാണ്. ആണവായുധങ്ങൾ വികസിപ്പിക്കരുത് എന്നതടക്കമുള്ള വാഷിംഗ്ടണിന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ വിസമ്മതിച്ചു. ചർച്ചകളിൽ ഇറാൻ ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നാണ് JD വാൻസ് പറഞ്ഞത്. തങ്ങൾ സഹകരണത്തോടെയാണ് ചർച്ചകളിൽ പങ്കെടുത്തതെന്നും എന്നാൽ ഇറാൻ അമേരിക്കയുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന അമേരിക്ക-ഇറാൻ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ മേഖലയിൽ യുദ്ധപ്രതീതി ശക്തമാകുന്നുണ്ട്. ചർച്ചകൾ വഴിമുട്ടിയതിനെ തുടർന്ന് ഇറാനിയൻ തുറമുഖങ്ങൾക്കും ഹോർമുസ് കടലിടുക്കിനും ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉത്തരവിട്ടു. ഏപ്രിൽ 13 തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ കപ്പൽ ഗതാഗതവും തടയുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാനിലേക്ക് പ്രവേശിക്കുന്നതോ പുറത്തേക്ക് പോകുന്നതോ ആയ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന ഇറാന്റെ മുഖ്യ നയതന്ത്ര പ്രതിനിധിയും പാർലമെന്റ് സ്പീക്കറുമായ മുഹമ്മദ് ബഖർ ഖാലിബാഫ് വ്യക്തമാക്കി. നിങ്ങൾ യുദ്ധത്തിനാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ പോരാടും. യുക്തിയുമായാണ് വരുന്നതെങ്കിൽ യുക്തിയോടെ നേരിടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലേക്ക് സൈനിക കപ്പലുകൾ വരുന്നത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായി കണക്കാക്കുമെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഉപരോധത്തിനു പുറമെ ഇറാനിലെ പ്രധാന ഊർജ്ജ നിലയങ്ങളും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് പരിമിതമായ വ്യോമാക്രമണങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചും ട്രംപ് ആലോചിക്കുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഇറാനെ തകർക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ട്രംപ് ഫോക്സ് ന്യൂസിനോട് പ്രതികരിക്കുകയും ചെയ്തു. ചർച്ചകൾ പരാജയപ്പെട്ടത് പക്ഷേ ആഗോള വിപണിയെ പിടിച്ചുലയ്ക്കുന്നുമുണ്ട്. ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. US ക്രൂഡ് വില 8% വർദ്ധിച്ച് ബാരലിനും $104.24 ബ്രെന്റ് ക്രൂഡ് 7% വർദ്ധിച്ച് $102.29 എത്തി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.